സെൽഫ് കോൺഫിഡൻസും സെൽഫ് ബിലീഫും നമ്മെ സക്സസ്സിലെത്തിക്കാൻ എത്രയധികം സഹായിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവ വളർത്തിയെടുക്കുവാൻ 3 കാര്യങ്ങൾ ന്യൂറോ സയന്റിസ്റ്റായ എമിലി പറയുന്നുണ്ട്. ആദ്യമായി നമ്മുടെ സെൽഫ് ടോക്കിനെ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും സപ്പോർട്ടറുമാണ് എന്ന രീതിയിൽ എപ്പോഴും സ്വയം സംസാരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പുട്ടപ്പ് റൂൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു നെഗറ്റീവായ കാര്യം പറയുമ്പോൾ അതിന് പകരമായി 3 കോംപ്ലിമെന്റ്സ് മറക്കാതെ സ്വയം കൊടുക്കുക. ഇത് സാവധാനം നമ്മുടെ തലച്ചോറിനെ റീവയർ ചെയ്യുകയും നമ്മൾ നാച്ചുറലായി പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്ന വ്യക്തികളായി മാറുകയും ചെയ്യും. രണ്ടാമതായി പോസിറ്റീവ് അഫർമേഷനും മിറർ വർക്കും പരിശീലിക്കുന്നത്. പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സെന്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഇതുമൂലം ഹാപ്പി ഹോർമോൺസായ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരു മിററിന്റെ മുൻപിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ ഉൽപാദനത്തെ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ ഇമേജുമായി അസോസിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കാണുവാൻ അത് കാരണമാകുന്നു. ഇത് സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും വളരുവാൻ സഹായിക്കുന്നു. അവസാനമായി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നത്, നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്കത് സാധിക്കും, നിങ്ങളതിന് യോഗ്യരാണെന്ന് സ്വയം തെളിയിക്കാൻ കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. യു ആർ കേപ്പബിൾ ആൻഡ് വേർതി ഓഫ് ഇറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.